അവളോട് അത് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് അവളോട് അത് പറയാൻ മനസ്സ് വന്നില്ല. ഈ രണ്ട് സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം. ഞാൻ അവളോട് അത് പറയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മൾ എങ്ങനെയാ പറയാ? നമുക്ക് ഷുഡന്റ് ഹാവ് യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ ഞാൻ ഐ, ഇനിയാണ് നമ്മൾ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഐ ഷുഡന്റ് ഹാവ്. ഈ പറയാൻ അല്ലെ, പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഐ ഷുഡന്റ് ഹാവ് ടോൾഡ് ഹെർ. ഇനിയാണ് അത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ആണ് ഇടുക. അപ്പൊ ഐ ഷുഡന്റ് ഹാവ് ടോൾഡ് ഹെർ ദാറ്റ്. ഓക്കെ, ഐ ഷുഡന്റ് ഹാവ് ടോൾഡ് ഹെർ ദാറ്റ്. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ഷുഡന്റ് ഹാവ് ആണ് യൂസ് ചെയ്യുക. ഇനി എനിക്ക് അവളോടത് പറയാൻ മനസ്സ് വന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ മനസ്സ് വന്നില്ല, പറയാൻ മനസ്സ് വന്നില്ല. അപ്പൊ ഈ മനസ്സ് വന്നില്ല എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഐ ഡിഡ്ന്റ് ഹാവ് ദ ഹാർട്ട്. ഓക്കെ, ഹി ഡിഡ്ന്റ് ഹാവ് ദ ഹാർട്ട് എന്നാണ് നമുക്ക് ഒരു കാര്യം മനസ്സ് വന്നില്ല എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ്. അപ്പൊ എനിക്ക് അവളോട് ഇത് പറയാൻ മനസ്സ് വന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് ദ ഹാർട്ട്. എന്തിന്? ടു ടെൽ ഹെർ ദാറ്റ്. അപ്പൊ എനിക്ക് അവളോട് ഇത് പറയാൻ മനസ്സ് വന്നില്ല എന്ന് ഐ ഡിഡ്ന്റ് ഹാവ് ദ ഹാർട്ട് ടു ടെൽ ഹെർ ദാറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഞാൻ അവളോട് ഇത് പറയാൻ പാടില്ലായിരുന്നു. ഐ ഷുഡന്റ് ഹാവ് ടോൾഡ് ഹെർ ദാറ്റ്. എനിക്ക് അവളോടത് പറയാൻ മനസ്സ് വന്നില്ല. ഐ ഡിഡ്ന്റ് ഹാവ് ദ ഹാർട്ട് ടു ടെൽ ഹെർ ദാറ്റ്. താങ്ക് യു. English Mitra. Stop worrying, start learning.